പരീക്ഷാ സംവിധാനത്തെയും അതിന്റെ നിഷ്പക്ഷതയെയും പാടെ തച്ചുതകർത്തുകൊണ്ട് മുൻ പിണറായി സർക്കാരിന്റെ തണലിൽ അരങ്ങേറിയ അത്യന്തം നാണംകെട്ട അഴിമതിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ മൂല്യനിർണ്ണയ തട്ടിപ്പ്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളെയും അധ്വാനത്തെയും നിഷ്കരണം ചവിട്ടിമെതിച്ച് ഭരണസ്വാധീനം ഉപയോഗിച്ച് പാർട്ടി പ്രിയപ്പെട്ടവർക്കും നേതാക്കളുടെ അനുഭാവികൾക്കും അനർഹമായി ഒന്നാം റാങ്ക് തളികയിൽ വെച്ചു നൽകിയ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നാണക്കേടാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയിലാണ് PSCയെയും പരീക്ഷാ സംവിധാനത്തെയും തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഈ ആസൂത്രണ തിരിമറി നടന്നത്. പരീക്ഷ എഴുതിയ പ്രമുഖ ഇടത് സംഘടനാ നേതാവിന് തന്നെ ഒന്നാം റാങ്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അയാൾ തെറ്റിച്ചതും എഴുതാതിരുന്നതുമായ ചോദ്യങ്ങൾ തന്നെ മൂല്യനിർണ്ണയത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്ന അസാധാരണ നടപടിയാണ് PSC അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 100 മാർക്കിന്റെ പരീക്ഷയിൽ 58 മാർക്കോളം വരുന്ന 10 നിർണായക ചോദ്യങ്ങളാണ് PSC പൂർണ്ണമായും മൂല്യനിർണ്ണയം ചെയ്യാതെ ഒഴിവാക്കിയത്. ഒന്നാം റാങ്ക് നേടിയ ഇടത് നേതാവ് എഴുതിയ ഉത്തരങ്ങളിൽ 6 എണ്ണം പൂർണ്ണമായും തെറ്റാവുകയും 4 എണ്ണം അയാൾ തൊടുക പോലും ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് ഈ ദുരൂഹമായ ചോദ്യം വെട്ടിമാറ്റൽ. സാധാരണ രീതിയിൽ കൃത്യമായി മൂല്യനിർണ്ണയം നടത്തിയാൽ ഇയാൾ റാങ്ക് ലിസ്റ്റിൽ വളരെ പിന്നിലാകുമെന്നും യോഗ്യത നേടില്ലെന്നും ഉറപ്പായതോടെ പരീക്ഷയിലെ ആ 10 ചോദ്യങ്ങൾ തന്നെ ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിൽ നിന്നും റദ്ദാക്കി പുതിയ മാർക്ക് നില തയ്യാറാക്കുകയായിരുന്നു. പരീക്ഷയിൽ വഞ്ചിക്കപ്പെട്ട അർഹരായ മറ്റു ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ നിയമപ്രകാരവും കോടതി വഴിയും ഉത്തരക്കടലാസിന്റെ പകർപ്പുകൾ കൈപ്പറ്റി വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ ഭീകരമായ വഞ്ചന വെളിച്ചത്തു വന്നത്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഭാവി വെച്ച് പന്താടിയ ഈ വൻ അഴിമതി പുറത്തു വന്നതോടെ അന്വേഷണം നടത്തുന്ന SIT അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കി PSCയിലെ 3 ഉന്നത പരീക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. PSC ചെയർമാനും അംഗങ്ങളും പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും നിലവിൽ സംശയനിഴലിലാണ്. ഉത്തരക്കടലാസുകൾ കൃത്യമായി പരിശോധിച്ച് ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ ലോഗിൻ വിവരങ്ങളും മറ്റ് ഡിജിറ്റൽ രേഖകളും സുരക്ഷിതമായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് SIT മേധാവി PSC സെക്രട്ടറിക്ക് ഔദ്യോഗികമായി കത്ത് നൽകി കഴിഞ്ഞു. മുൻ പിണറായി സർക്കാരിന്റെ കാലയളവിൽ അഴിമതിയും പാർട്ടി പ്രീണനവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര സ്വഭാവത്തെ പോലും എത്രത്തോളം തകർത്തുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ആസൂത്രിത പരീക്ഷാ തിരിമറി. വർഷങ്ങളോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് PSC പരീക്ഷ എഴുതുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം തകർന്നടിയുന്നത്. പാർട്ടി നേതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് താക്കോൽ സ്ഥാനങ്ങളിൽ നിയമനം നൽകാൻ ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ പരീക്ഷാ സംവിധാനത്തെ പോലും വെട്ടിത്തിരുത്താൻ അനുവദിച്ച മുൻ പിണറായി സർക്കാരിന്റെ നിലപാട് യുവാക്കളോടുള്ള തുറന്ന വഞ്ചനയാണ്. ഒന്നാം റാങ്കുകാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യായീകരണങ്ങളുമായി എത്തുന്നുണ്ടെങ്കിലും സാങ്കേതിക തകരാർ എന്ന PSCയുടെ സദാ ന്യായീകരണം ഭരണസ്വാധീനത്തിൽ നടന്ന ക്രമക്കേടുകളെ മറച്ചുവെക്കാനുള്ള ശ്രമം മാത്രമാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതോടെ PSCയിലെ ഉന്നതർക്കൊപ്പം മറ്റ് പ്രമുഖ ഇടത് രാഷ്ട്രീയ നേതാക്കളുടെ പങ്കും വരും ദിവസങ്ങളിൽ കൃത്യമായി പുറത്തുവരുമെന്ന് ഉറപ്പാണ്.